ഏവർക്കും നമസ്കാരം. മകം, പൂരം, ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന ചിങ്ങക്കൂറിന്റെ പുതുവർഷഫലമാണ് ഇന്ന് നാം ഇവിടെ പങ്കുവയ്ക്കുന്നത്. ഈ കൂറുകാർക്ക് ഈ വർഷം വളരെ നല്ല ഫലമാണ് ആദ്യം തന്നെ വരാൻ പോകുന്നത്. ഈ രാശിജാതരുടെ 9-ാം ഭാവത്തിലാണ് ഗുരു സഞ്ചരിക്കുന്നത്. 9-ാം ഭാവം എന്നാൽ ഭാഗ്യഭാവം. ഗുരു 9-ലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങൾ നൽകുന്നു. അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, സൗഭാഗ്യങ്ങൾ, ധനലാഭം, ഭാഗ്യവർദ്ധനവ് എന്നിവ ഫലത്തിൽ വരും. ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധങ്ങൾ, വിവാഹലബ്ധി, സന്താന സൗഖ്യം, പൊതുവിൽ ക്ഷേമം, ഐശ്വര്യം, സൗഖ്യം എന്നിവയാണ് ഫലം. വിദ്യാഭ്യാസത്തിനും നല്ല പുരോഗതി 9-ലെ വ്യാഴം നൽകുന്നു. ഈശ്വരകടാക്ഷവും ഗുരുകടാക്ഷവും നന്നായി ഉണ്ടാകുന്ന സമയമാണ് ഇത്. ഒളിഞ്ഞിരിക്കുന്ന കഴിവുകൾ പുറത്തുവന്ന് നന്നായി വിളങ്ങാനും പ്രശസ്തിയും ഈ സമയത്ത് ഉണ്ടാകുന്നു. എന്നാൽ മെയ് 1 മുതൽ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിക്കുന്നു. അതായത് വ്യാഴം ഇവരുടെ 9-ാം ഭാവത്തിൽ നിന്നും 10-ലേക്ക് പ്രവേശിക്കുന്നു. 10-ലെ വ്യാഴം 9-ൽ സഞ്ചരിക്കുന്ന പോലെ അനുകൂലമായ ഫലങ്ങൾ നൽകില്ല. ഔദ്യോഗിക രംഗത്ത് ചെറിയ പ്രതിസന്ധികൾ, മനപ്രയാസങ്ങൾ, മാനസികമായ ക്ലേശങ്ങൾ, തടസ്സങ്ങൾ എന്നിവയെല്ലാം അനുഭവത്തിൽ വരാം. എന്നാൽ അതേസമയം മനസ്സിൽ ഭക്തിയോടുകൂടി മഹാവിഷ്ണുവിനെ നന്നായി ഭജിച്ചാൽ ഈ ക്ലേശങ്ങൾ എല്ലാം നീങ്ങുന്നതാണ്. എന്നാൽ ഈ നക്ഷത്രജാതർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ശനി, രാഹു, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ അകറ്റാനാണ്. അത് എന്തുകൊണ്ടാണെന്ന് കേട്ടോളൂ. രാഹു ഈ രാശിജാതരുടെ 8-ാം ഭാവമായ മീനത്തിൽ നിൽക്കുന്നു. അഷ്ടമഭാവം എന്നാൽ ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു. രാഹു 8-ൽ നിൽക്കുമ്പോൾ ആയുർഭീതി, കാര്യതടസ്സം, രോഗം, കഷ്ടനഷ്ടങ്ങൾ, പലവിധത്തിലുള്ള ദുരിതങ്ങൾ എന്നിവയ്ക്ക് കാരണം ആകാം. മെയ് 1 വരെയും വ്യാഴം അനുകൂലൻ ആകയാൽ രാഹുവിന്റെ ദോഷങ്ങളെ ഒട്ടൊക്കെ വ്യാഴം കുറയ്ക്കുന്നു. എന്നാൽ വ്യാഴം മെയ് 1-ന് ഭാഗ്യഭാവമായ 9-ാം ഭാവത്തിൽ നിന്ന് 10-ാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇവർ ഏറെ ശ്രദ്ധ പുലർത്തണം. കേതുവും ഈ രാശിജാതർക്ക് പ്രതികൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധ്യത ഉണ്ട്. കേതു ഈ നക്ഷത്രജാതരുടെ 2-ാം ഭാവമായ കന്നിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 2-ാം ഭാവം ഒരു വ്യക്തിയുടെ വാക്ക്, വിദ്യ, ധനം എന്നിവയെ കുറിക്കുന്നു. ആയതിനാൽ കേതു ഈ രാശിജാതർക്ക് സാമ്പത്തികമായ പ്രതിസന്ധികൾ, ധനനഷ്ടങ്ങൾ, കുടുംബത്തിൽ പ്രതിസന്ധി എന്നിവ വരുത്തിവെക്കാം. വാക്കിലും പ്രവൃത്തിയിലും ഇവർ ഈ സമയത്ത് നല്ല സംയമനം പാലിക്കേണ്ടതുണ്ട്. ആയതിനാൽ ചിങ്ങരാശിക്കാർ രാഹുകേതുക്കളെ പ്രീതിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. രാഹുവിനെ പ്രീതിപ്പെടുത്തുവാനായി ദുർഗാദേവി, നാഗന്മാർ എന്നിവർക്ക് പൂജയും വഴിപാടും ചെയ്യുക. ദുർഗാമന്ത്രങ്ങൾ, ലളിതാ സഹസ്രനാമം എന്നിവ നിത്യവും ചൊല്ലുക. കേതുദോഷപരിഹാരങ്ങൾക്കായി മഹാഗണപതിയെ ഇവർ നന്നായി ധ്യാനിക്കുക. ഗണപതി ഹോമം തുടങ്ങിയ ഗണേശപ്രീതികരമായ വഴിപാടുകൾ ചെയ്യുക. അടുത്തതായി ശനിയുടെ നില നമുക്കൊന്ന് നോക്കാം. ശനി ഈ രാശിജാതരുടെ 7-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 7-ാം ഭാവം എന്നാൽ കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു. ദാമ്പത്യം, കുടുംബം എന്നിവയെക്കുറിച്ചെല്ലാം 7-ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വാരസ്യങ്ങൾ, അനൈക്യം, ദുഃഖം, വിയോഗം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അതിനാൽ ഇവർ നിർബന്ധമായും ശനിപ്രീതി വരുത്തണം. ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം, നവഗ്രഹ ക്ഷേത്ര ദർശനം, ശാസ്താവിന് നീരാജനം എന്നിവ നടത്തുക. ശനിയുടെയും ശാസ്താവിൻ്റെയും ശ്ലോകങ്ങൾ ചൊല്ലുക. മകം, പൂരം, ഉത്രം കാൽ എന്നീ നക്ഷത്രജാതർക്ക് പുതുവർഷത്തിൽ സർവ്വവിധ നന്മകളും ക്ഷേമവും ആശംസിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.